കടയിൽ പോയിട്ട് വന്നതൊന്നും പോണെങ്കിലും ഞാൻ എന്തോ ഒരു കടയിൽ പോകുന്ന വന്നതോടെ ഒരു കാരണം ഞാൻ ആരെയൊന്നും കൊടുക്കാൻ പോയില്ല. എന്നോട് ആരും ഒന്നും അനീതിയായിട്ട് ചെയ്തിട്ടില്ല. അതിന്റെ സഹോദരനെ പോലെ മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ഓരോ പെണ്ണുങ്ങൾക്ക് കഥയുണ്ടാക്കാൻ എളുപ്പമാ. അതെ, മറ്റുള്ളവർക്കും അത് എന്തുവാ എന്റെ ദേഹത്ത് എനിക്കും അത് വളരെ ഇത് ഉണ്ടാക്കും. ഇവിടുമാർക്ക് മാത്രമല്ല എന്റെ ദേഹത്ത് പറ്റുന്നത്, എന്റെ ദേഹത്ത് പറ്റും. ഇവിടുമാരൊക്കെ എന്നെ കുറിച്ച് കഥയുണ്ടാക്കാനും എന്നെ കാമപ്രാന്തിനും മറ്റേ പ്രാന്തിനും ഒക്കെ വിളിക്കാൻ ഇങ്ങനെയൊക്കെ ആരാ? ഇവരൊക്കെ എന്ത് വിളിക്കാൻ പോയത്? നിന്നെ തന്നെ വെള്ളം കഴിക്കുന്നു. ഞാൻ അന്നോട്ട് പറയുന്നത് രണ്ടു പേര് കേട്ട് കൊടുക്കാൻ പറയുന്നു നിന്റെ അമ്മയുടെ ഉറവാണ് എന്റെ ഉറവാണ് ലാക്കുട്ടിയാല് രണ്ടുപേര് അവിടെ ഉറവാണ് റാമൂട്ടിലൊന്നല്ല, വേറെ ആൾക്കാരുണ്ട്. അതിന് കുറെ ആൾക്കാരുണ്ട്. ലാമൂട് മുസ്ലാമൂട് ഇങ്ങനെ കുറെ എണ്ണത്തിനെ കേൾക്കുന്നുണ്ട്. അവിടെ ഉള്ളതാണ് ഞാൻ മുസ്ലാമുട്ടി എന്ന് പറഞ്ഞത്. എന്റെ ഉറവാണല്ല അവനെ പറയുന്നത് കുടിക്കാനല്ല കുടുംബിക്ക് മൂട്ട കുടിക്കാനും കപ്പടിപ്പാനും വരുന്ന സ്ഥലമുണ്ട്. ആ പണ്ട് ഇവിടെ നമ്മൾ വന്നപ്പോഴെങ്കിലും ദിവസവും സന്ധ്യയ്ക്ക് വഴി ഇനി വരുമായിരുന്നു അവന്. ഇവ പറഞ്ഞുണ്ടാക്കിയ പറയുന്നതാ അമ്മയുടെ തുറകാണ് വരും, അമ്മയുടെ ചന്തി ഒത്തിരി വലുതാ പറയുന്നത്. തോന്നിയൊക്കെ പറയാതാണ് നമ്മളെ ഇവരെ എന്നെ വിളിക്കാനെങ്കിലും എന്റെ മോളെ കൊണ്ട് പഠിച്ചാണോ ഞാന്? അവിടെ നമ്മുടെ ആളുകളൊക്കെ പോകുന്നു. അവിടെ മോള് ആ കല്യാണത്തിൽ ആലപ്പുഴയിലും പോയിട്ടുണ്ട്. അവിടെ മോള് കല്യാണത്തിൽ അവന്റെ മോളല്ലയോ ആ അനിയനെ കുറിച്ചൊക്കെ കഥയുണ്ടാക്കിയത്. ആ അനിയനെ കയറി പിടിച്ചെന്നോ വളർത്തുന്നൊക്കെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ കഥ കൊടുത്തതാ, കേസ് കൊടുത്തതാ ഇവരെല്ലാം കൂടെ. നമ്മളിങ്ങനൊന്നും പോയിട്ടില്ല പണ്ട്. നമ്മൾ ഒരു കേസ് കൊടുത്താലും പോയിട്ടില്ല. എന്റെ കൈക്ക് കയറി പിടിച്ച് എന്നെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും. അത് അവിടെ മോള് കല്യാണത്തിൽ അവന്റെ മോളല്ല നടന്നത്. എന്നിട്ടിപ്പോ നമ്മളെ കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ അവൻ കയറി മാറ്റി വെച്ച് അവരോട് ഇരുന്നോട്ട് വളരെ കഥകൾ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. അതുപോലെ എന്തോ അവന്റെ പേര് വിശ്വജിത്തെന്ന് പറയുന്നത് അവന്റെ വീട്ടില് തിരക്കകത്ത് കയറി എന്തോ അതിന്റെ പേര് ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്ന ആളുകൾ കേൾക്കുന്നത് ചീറ്റിയാ ഈ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്ന കാര്യമൊക്കെ. അവിടെ മോളില്ലയോ കരി പിടിച്ചെന്നോ സച്ചിയും എന്തുവാ വനിതോർക്കരെ അനിയനെ സൈക്കിൾ കയറി പിടിച്ചെന്ന് പറഞ്ഞാ കേസ് കൊണ്ട് കൊടുത്തു. ഓർമ്മയില്ലേ അതൊക്കെ? എനിക്കൊക്കെ ഓർമ്മയുണ്ട് നല്ല പോലെ. ഇവിടൊക്കെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ളത്. ഇങ്ങനത്തെ കേസുകളൊന്നും ഞാൻ ആൾക്കാരും കൊടുത്തിട്ടില്ല ഇന്ന് വരെ. അവിടെ ഇവിടെ പിടിച്ചപോലെ അവരെയും പിടിക്കാൻ ഇവിടെ പിടിക്കാൻ രാത്രി ഇങ്ങനെ കുറെ കഥകൾ ഉണ്ടാക്കിയതാ. രാത്രി നമ്മളെ സമയത്ത് ഇവിടെ പിടിക്കാൻ വന്ന പേര് നാട്ടുകാരുടെ അടുത്ത് ശരിയാക്കിയതാ. ഇറങ്ങി ഓടി കണ്ടം നെടുമുടിക്കാവ് ചെന്ന് കയറിയത്. ഇവരൊക്കെ എനിക്ക് പണ്ടവരെയൊക്കെ പിടിച്ച് എന്റെ പേര് കഥകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ആറാൾക്കാരെയും കിട്ടിയത് കിട്ടിയത് ഈ നാട്ടുകാരെല്ലാം അടിച്ചത് അങ്ങനെ ഇഷ്ടംപോലെ അടുക്കളയിൽ കൂടെ ഇറങ്ങി ഓടി പിന്നെ അവിടെ മോളെയൊക്കെ പിടിക്കാൻ ചെന്നു. ഞാൻ എവിടെയോ ഡൽഹിയിലിരിക്കുമ്പോഴാണ് ഈ രാജമ്മയെന്ന് പറയുന്ന ഒരു ശീലനെയൊക്കെ ഇവിടെ കയറ്റി വെച്ചത്. അവരെല്ലാം പറയുക ഞാൻ ഇവിടെ എന്റെ കൂടെ ഒന്നും ഒരു ശീലനെ വന്നിരുന്നിട്ടില്ല. ഒരാഴ്ചത്തെ എടുത്തിട്ടില്ല. ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒന്നും പറ്റാൻ ഇവിടെ വരത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും പോകുന്നില്ല ഇവിടെ വരത്തില്ല. രാജ്യങ്ങളുടെ അടുക്കൽ വരത്തില്ല വരത്തില്ല. അങ്ങനെ പല പെണ്ണുങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ട് എനിക്ക് തരേണ്ട കാര്യമില്ല. അങ്ങനൊന്നും നമ്മൾ പോകുന്നില്ല. ഈശ്വര. എന്നെ കുറിച്ച് പിന്നെ പറയാൻ ഇവിടെ ക്യാമറ ഫ്രണ്ടിലില്ല. ഈ ക്യാമറ രാമൂട്ടിലെ അവിടെ ആ ക്യാമറയുടെ കീഴിൽ ഇവിടുത്തെ ഇതിലോട്ട് നിറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാല് ഇവിടെ ആരാണ്ട് ആളുകൾ വന്ന് ഇവിടെ ഇല്ലെന്ന് പറയുന്ന അങ്ങനെ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞുണ്ടാക്കിയാൽ അത് ശരിയാണോ? എവിടെ അങ്ങനെയാണ് നിൽക്കുന്നത്? ഇവിടെ ഇതിനകത്ത് സുബ്രഹ്മണ്യൻ അവിടെ നിന്നുള്ള ഡ്രാമ വീട് അവന് ഏതോ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അവന്റെ കൂടെ ആണെന്നുള്ളത് വരുത്തി തീർക്കാൻ അവൻ മാസ്ക് ഒക്കെ വെച്ച് അവിടെ ആടുന്നത്. അവൻ ഇതുവഴി പോകുന്നവന് അവൻ
അവരിങ്ങനെ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇതുവഴി പോകുന്നവരെല്ലാം ഇങ്ങോട്ട് വരികയാണ് എന്നുള്ള കഥകളാണ്. ഇവൻ ഇങ്ങോട്ട് പോകുന്നു, ഇതുവഴി പോകുന്നുണ്ടെ ഏതാണ്ട് ആളുകൾ ഇങ്ങോട്ട് കയറുകയാണ് അവന്റെ മോൻ ഇതുപോലെ പാദയാത്രയ്ക്ക് ഇതുവഴി നടന്നതിന് കഥയുണ്ടാക്കി. അതുപോലെ ഇവന്റെ മോൻ ഈ വഴിയെ പോയാൽ ഇവൻ ഇങ്ങോട്ട് വരുവാണ്. അവന്റെ പ്രവർത്തിക്കുന്ന വഴിയെ പോയാൽ ഇങ്ങോട്ട് കയറുവാണോ അവന്റെ മോന്. പാദയാത്രയ്ക്ക് അവന്റെ മോൻ അവിടെ പോയാൽ തിരിച്ചു പോയി തന്നെ പോകുന്നത് എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ആൾക്കാർക്കൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യണമായിരുന്നു. ഇതുപോലെ കഥയുണ്ടാക്കിയതെല്ലാം ഡിലീറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ അതുപോലെ കഥ ഉണ്ടാക്കിയവരെ അന്ന് ഡിലീറ്റ് ചെയ്തിട്ടത് പ്രീതയാണ് ഡിലീറ്റ് ചെയ്തിട്ടത്. ഇന്നിപ്പം മിനുവാണ് ഈ പറഞ്ഞ കഥകളെല്ലാം ഡിലീറ്റ് ചെയ്തത്. ഈശ്വരൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പൊ മിനുവിന് ഇത് ഡിലീറ്റ് ചെയ്യണം. നമുക്കൊന്നും ഞാനും കൊണ്ടൊന്ന് കൊടുക്കാം കോടതിയിലൂടെ. കോടതിയിലാരും ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നെ കുറിച്ച് കഥയുണ്ടാക്കിയത് കോടതിയിൽ ഡിലീറ്റ് ചെയ്യിപ്പിക്കുവോ പറഞ്ഞാല്? കോടതി വഴി കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുവോ? അല്ല കോടതിയിൽ ഡിലീറ്റ് ചെയ്യാൻ പറയത്തില്ല എന്തായാലും. കോടതിയിൽ ഡിലീറ്റ് ചെയ്യാൻ പറയത്തില്ലല്ലോ. കോടതിയിൽ കാണിച്ചു കൊടുത്ത് ആര് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. ആ കൊച്ചാണ് കയറി ഇരുന്ന് കണ്ടോണ്ടാ പറഞ്ഞത്. പല പല കഥകൾ എന്നെ കുറിച്ച് ഉണ്ടാക്കണ്ട. കണ്ടോ അവിടെ ഇവിടെ കയറി ഇരുന്നോണ്ട് അവിടെ വന്ന് അതിനകത്ത് കയറി ഇരുന്നോണ്ട് ഞാൻ അതിനകത്ത് കയറി ഇരിക്കുന്നുള്ള കഥകളൊന്നും എന്നെ കുറിച്ച് ഉണ്ടാക്കണ്ട. അങ്ങനെ പലരും അവിടെ കയറി ഇരുന്നേക്ക് പല പല കഥകളാണ്. ഞാൻ അവിടെ പോകുന്നു, ഞാൻ കിഴക്ക് പോകുന്നു, ഞാൻ അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് പല പല കഥകളാ. രഞ്ജമരെ എന്നെ കുറിച്ച് കഥ ഉണ്ടാക്കാൻ നോക്കിയതാ. രഞ്ജമരെ എന്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാ. രഞ്ജനെ അവിടെ ഞാൻ വിളിക്കാൻ പോകുന്നുണ്ടോ? ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ഞാനിപ്പോ രഞ്ജനെ വിളിച്ചാൽ ഉടനെ രഞ്ജനെ ഭർത്താവ്. അതെടുത്ത ന്യായവാ. ഞാൻ രഞ്ജനെ രഞ്ജന്റെ കണ്ടതൊന്നോ അങ്ങനൊന്നും അല്ല. രഞ്ജനെ നമ്മൾ കാണുന്ന ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ കാണുന്നു. രഞ്ജന ഇന്നും അറിയാവുന്നത് അല്ല. രഞ്ജന ഇന്നും ഇന്നലെയൊന്നും അല്ല അറിയാവുന്നത്. ഇവിടെ പണ്ടിവിടെ കാറ് എന്താ പെയിന്റ് ചെയ്യാൻ വന്നപ്പോ അമ്മയെന്ന് പറയുന്നത് രഞ്ജനെ അറിയാം. അങ്ങനെ തന്നെ ഇന്നും കാണുന്നത് രഞ്ജനെ. അല്ലാതെ അവരെ ഞാൻ ഭർത്താവ് ആക്കാനും മറ്റാനൊന്നും അവിടെ പോയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യം തൊട്ടിട്ടതാണ്. ഇപ്പൊ എല്ലാവരും 2-3 ഒക്കെ കെട്ടാവുന്നതാണ്. അതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നത്? ഒത്തിരി പേരുണ്ട്. രഞ്ജൻ നമ്മളിപ്പോ നമ്മളിപ്പോ രഞ്ജനെ അമ്മയ്ക്കറിയാമല്ലോ. അമ്മയും അവനോട് വളരെ ഇതായിട്ടാണ് ഒരു മോനെ പോലെ കാണുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ അത് നമ്മുടെ ഭർത്താവാകും. ഇപ്പൊ ആരെങ്കിലും ഞാൻ വിളിച്ചാലോ അല്ലെ ആരോടെങ്കിലും ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ ഉടനെ അവരെല്ലാം എന്റെ ഭർത്താക്കന്മാരാണോ? എല്ലാവരും ഈ ലോകം എന്തായാലും മാറിയിരിക്കുകയാണ്. അല്ലാത്തവരാരും പറയത്തില്ല. അങ്ങനെ കണ്ട പെണ്ണുങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നവരും ഒളിപ്പിക്കുന്നവരും പറയുന്നത് എല്ലാരും പറയത്തില്ല.